വെൽക്കം ടു ന്യൂ വീഡിയോ. പറയട്ടെ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാനാണ് വന്നത്. എനിക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് ചെയ്യാൻ നല്ലോണം ഇഷ്ടമാണ്. പക്ഷേ പഠിക്കുന്ന സമയത്ത് ഒരു ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ട് നല്ലൊരു ഫാഷൻ ഡിസൈനർ ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അൺഫോർച്ചുനേറ്റ്ലി അത് സാധിച്ചില്ല. എന്നാലും എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അതുപോലൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പുതിയൊരു കുർത്തി ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ അൺഫോൾഡ് ചെയ്തത്. അപ്പോൾ ഇതൊരു നല്ലൊരു കസവിൻ്റെ ആയതുകൊണ്ട് ഞാൻ കരുതി ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ സിയ ബേബിക്ക് ഇതുകൊണ്ടൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഓണക്കല്ലേ വരുന്നത്, സിയ ബേബിക്ക് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി. അറിയില്ല എത്രത്തോളം പെർഫെക്റ്റ് ആവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കുറേ വീഡിയോസ് നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അഥവാ ഈ ഡ്രസ്സ് നന്നാവുകയാണെങ്കിൽ ഈ വരുന്ന ഓണത്തിന് സിയ ബേബിൻ്റെ ഓണക്കോടി ഇതായിരിക്കും. സന്തോഷമുണ്ട്. നമ്മുടെ കൈ കൊണ്ട് ചെയ്യുന്ന ഡ്രസ്സ് കുട്ടികളിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ. കമോൺ. ഈ ഒരു ക്രോപ്പ് ടോപ്പാണ് നമ്മൾ സിയ ബേബിയുടെ ഫ്രോക്കിനുള്ള മെഷർമെൻറ്റിന് എടുക്കുന്നത്. അപ്പോൾ കുർത്തിയുടെ താഴത്തെ ഭാഗം ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ടോപ്പിൻ്റെ രണ്ട് സ്ലീവിൻ്റെ സൈഡിലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കും ഫ്രണ്ടും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ തിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കുർത്തിയിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. അതൊരു വലിയ പോസിറ്റീവാണ്. നമ്മളുടെ ഫ്രോക്കിന് വേണ്ടുന്നതും ഇതിലും തന്നെ ഞാൻ എടുക്കുന്നുണ്ട് ലൈനിങ്. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ വേണ്ടുന്ന ഭാഗം എടുത്തിട്ട് നെക്കും കൈക്കുഴിയും വരച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ റൗണ്ട് നെക്കാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ താഴെ നമുക്ക് ഈ അജ്രക്കിൻ്റെ പ്രിൻ്റ് വരെയുള്ളത് മാത്രമേ ലെങ്ത്തിന് ആവശ്യമുള്ളൂ. അത് ഞാൻ എക്സ്ട്രാ വെച്ചത് തയ്യൽ തുമ്പായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ലൈനിങ്ങുമായിട്ട് നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്യണം. നോക്കട്ടെ, ഇത് അമ്മൻ്റെ ഇതെടുത്തോ, വാവൻ്റെത് ഇതെടുത്തോ. പോ പ്ലേയിങ് ആയിക്കോ വാവ. ഹാപ്പി? ഓക്കെ. ഇതാർക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന അമ്മ? വാവക്ക. എന്ത് ചെയ്യുന്ന വാവ? പഠിക്കുന്നതാ? എന്ത് പഠിക്കുന്ന? എന്ത് പഠിക്കുന്ന? അതിൻ്റെ ഇടയ്ക്ക് സിയ ബേബി പഠിക്കാനൊക്കെ പോയി. നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ പണി നമ്മൾ ചെയ്യുന്നു, സിയ ബേബിൻ്റെ പണി സിയ ബേബി ചെയ്യുന്നുണ്ട്. അങ്ങനെ നെക്ക് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ കുർത്തിയിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഭാഗം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. വലുതായിട്ടൊന്നും കാണാൻ പറ്റൂല, ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിലുള്ളത് റെഡിയാക്കണം. ബാക്കിൽ നമ്മൾ നെക്കിന് ഡിസൈൻ വെക്കുന്നത് കൊണ്ട് അതിൻ്റെ 1 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ അതിന് വേണ്ടുന്ന നമ്മൾ വള്ളി റെഡിയാക്കി എടുക്കണം ഹോൾസിന് വേണ്ടിയിട്ട്. ഈ 2 ഇഞ്ച് വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ലൈനിങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഞാനത് അറ്റാച്ച് ചെയ്യുന്നത്. കാരണം അതിൻ്റെ തുമ്പ് നമ്മുടെ കുട്ടികൾക്ക് ഡിസ്റ്റർബായിട്ട് ഫീൽ ആവും. അപ്പോൾ അത് കവർ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഇതൊക്കെ ഞാൻ യൂട്യൂബ് കണ്ട് പഠിച്ചിട്ട് ചെയ്തതാണ്. എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു ഇതിനെക്കുറിച്ച്. അങ്ങനെ ബാക്കും ഫ്രണ്ടും ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമ്മൾ 2 ഭാഗവും തമ്മിൽ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിന് വേണ്ടുന്ന വള്ളി റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീവാണ്. ഈ ഒരു സ്ലീവ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ സ്ലീവിന് വേണ്ടുന്ന പീസൊക്കെ കട്ട് ചെയ്തെടുത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്തു. ഇത് ട്യൂട്ടോറിയൽ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് ഏകദേശം അത് കവറാക്കി എടുക്കുന്നുണ്ട് ഞാനത് ത്രെഡൊന്നും പുറത്ത് വരാത്ത രീതിയിൽ. അങ്ങനെ നമ്മളുടെ ബോഡി പാർട്ട് റെഡിയായി. ഇനി നമ്മൾ സൈഡിൽ നമുക്ക് വേണ്ടുന്ന മെഷർമെൻറ്റിൽ ടൈറ്റ് ആക്കിയിട്ട് അടിച്ചിട്ടെടുക്കണം. അങ്ങനെ അതൊക്കെ ഫിറ്റായി. താഴെയുള്ള ഭാഗം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രോക്ക് റെഡിയാവുന്നതും കാത്ത് സിയ ബേബി ഉറങ്ങിപ്പോയി. ഞാൻ ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഏകദേശം ഒരു ലെങ്ത്തിലാണ് അറ്റാച്ച് ചെയ്തത്. അങ്ങനെ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. സിയ ബേബി ഉറങ്ങി എണീച്ചതിന് ശേഷം നമ്മൾ ഇത് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.
എപ്പ സൂപ്പർ. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതാണ്, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഇൻട്രോ എടുത്തതിനേക്കാളും വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും സൂപ്പർ, അടിപൊളി. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പഠിക്കാത്ത ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തിയതേ. എന്ത് ചെയ്യാൻ ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഞാൻ ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. ഇതാണ് നമ്മളുടെ സിയ ബേബിയുടെ കുട്ടി ഫ്രോക്ക്. നെക്ക് റൗണ്ടിലാണ് ചെയ്തത്. ബാക്കിൽ ഞാൻ കുറച്ച് വെറൈറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസൈനാണ് ബാക്കിൽ നമ്മൾ കൊടുത്തത്. സ്ലീവ്സ് പഫ് സ്ലീവാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള സ്ലീവാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫുൾ ലെങ്ത്തിലുണ്ട്, താഴെ ബോർഡർ ഉണ്ട്. മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ആ കുർത്തി ഉള്ളപ്പോൾ തന്നെ അതിൽ ലൈനിങ് ഉണ്ട്. അത് സെയിം ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് ഡിസ്റ്റർബ് ഒന്നും ആവില്ല. നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. അത് സെയിം ലൈനിങ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിത്ത് ലൈനിങ് ആണ് ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ സിയ ബേബിയുടെ ഫ്രോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ടാറ്റ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ.